കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ ആവേശകരമായ പങ്കാളിത്തം. അതിൽ നിന്നും ഞങ്ങൾ തിരഞ്ഞെടുത്ത ഏറ്റവും മികച്ച 40 മത്സരാർത്ഥികൾ. ആദ്യ 2 എപ്പിസോഡുകൾ ഇവർ തമ്മിലുള്ള പോരാട്ടമാണെങ്കിൽ 3-ാം എപ്പിസോഡ് മുതൽ കളി മാറുകയാണ്. ജഡ്ജസ് സീറ്റിൽ അഖിൽമാര, രഞ്ജിനി ഹരിദാസ്, കൂടെ റിയ സലീം. പിന്നെ വേറെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഫിറോസ്, കിടിലൻ ഫിറോസും ഉണ്ട്, നമ്മുടെ മറ്റേ ഫിറോസും ഉണ്ട്. വേണ്ട, ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് വെച്ച് തരാം. അപ്പോൾ അവർ മാത്രമല്ല ഉള്ളത്, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇത് ലീക്കായ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വെച്ച് തരുന്നത്. ഇപ്പോൾ ലീക്കായിട്ടുണ്ട് ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ. അഗ്നിപരീക്ഷയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും നടക്കുന്നിടത്തുനിന്ന് ലീക്കായ ഒരു സംഭവമാണ്. അപ്പോൾ അത് കിട്ടി, അത് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നേ ഉള്ളൂ. അപ്പം ബിഗ് ബോസ് സീസൺ 8 തുടങ്ങുന്നതിന് മുമ്പ് ഒരു 40 പേരെ അഗ്നിപരീക്ഷ, സാധാരണപ്പെട്ട ആൾക്കാരെ, അപ്പോൾ അതിൻ്റെയാണ് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നത്. അതിൽ നിന്ന് ഒരു 4 പേരെ സെലക്ട് ചെയ്യും. ഇപ്പോൾ ഫിറോസ് ഉണ്ട് അതിനകത്ത്, അറിയാലോ, നമ്മുടെ ഫിറോസിനെ അറിയാത്തവരാരുമില്ല. ഓക്കെ, ഇനി എത്ര പേരുണ്ട്? ഒരു 10-32 പേരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതും കൂടെ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് വെക്കാം. അതിന് മുമ്പ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. എല്ലാമായിരിക്കും ബിഗ് ബോസ് ഹൗസിലെത്തുക. അപ്പോൾ അഗ്നിപരീക്ഷയ്ക്ക് തയ്യാറായിക്കോളും. ഓക്കെ, അപ്പം ഇതാണ് ആദ്യത്തെ ആള്. പുള്ളിയുടെ പേര് നയന ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മോഡലും ആക്ട്രസുമാണ്, ഒരു ആങ്കറും കൂടാണ് പുള്ളിക്കാരി. ഇപ്പോൾ ഇവർക്കൊക്കെ ഫാൻ പേജൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫാൻ പേജും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഒന്ന് ഈ ഒരു കുട്ടിയാണോ ചേച്ചിയാണോ എന്ന് അറിയത്തില്ല. പിന്നെന്താ റഷിദ, ഈ ഒരു പെൺകുട്ടി. അങ്ങനെ ഒരു 32 പേരുടെ ഉണ്ടായിരുന്നു. സബീറ, പിന്നെ അടുത്ത ആളെന്ന് പറഞ്ഞാൽ അസിയ. ഓക്കെ, ഇതിനൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കാം. ഞാനിവരൊന്നും ആദ്യമായിട്ട് കാണുകയാണ്. ഷാനോ തോമസ്, പുള്ളീനെ ഞാൻ കണ്ടിട്ടില്ല. ഈ കണ്ട വ്യക്തികളെ എന്താ പറയണ്ടേ, എൻ്റെ ഈ കിട്ടിയിരിക്കുന്ന ഫോട്ടോസിൽ ഒരു മനുഷ്യരെ പോലും എനിക്കറിയത്തില്ല, ഉള്ള കാര്യം പറയാമല്ലോ. ഓക്കെ, പിന്നെ തഷിരാജ്. ഓക്കെ, പിന്നെ റൈബിൻ, അങ്ങനൊരുത്തൻ. വർഷ അന്ന, മ്യൂസിക് ആൻഡ് ബാൻഡ്. ഓക്കെ, സോന ടോക്സ്, അറിയത്തില്ല, ഇവരാരെയും നമുക്കറിയത്തില്ല. പൂജ, ലൊലിറ്റ, പിന്നെ ഷിപ്ന, അങ്ങനെ കുറച്ച്, രാകേഷ്. അപ്പം ഇവരെ ഒന്നും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. നമുക്ക് ഇവരെ കുറിച്ച് ഒരു പിടുത്തവും കിട്ടുന്നില്ല, ഉള്ള കാര്യം തുറത്ത് പറയാമല്ലോ ഗൈസ്. ഓക്കെ, ഇനി അടുത്ത ആളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് തരാം. ഇനി അടുത്തത് ഈ പറയുന്ന പയ്യൻ, ഷിജിൻ, അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്നറിയത്തില്ല. ഷാമോൻ, അറിയില്ല. അഫിയ അറിയില്ല. പാർവതി നാരായണൻ, അറിയൂല. ഓക്കെ, ഈ പുള്ളിക്കാരി രക്ഷാപാലത്തിങ്കൾ, അറിയത്തില്ല. പ്രവീൺ മോഹൻ, അറിയൂല. ഇഷാഖ് വടശ്ശേരി, ഈ പുള്ളിക്കാരൻ അറിയത്തില്ല. രചന മേനോൻ, അറിയില്ല. പിന്നെ സ്റ്റീന, അറിയൂല. ഇതൊക്കെ ആരാണോ ആവോ. ആർജ അനഘ, അറിയൂല. പിന്നെ ആരാണ്? ഷിൻജിത് ബാബു, അറിയൂല. അപർണ സുരേഷ്, ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട്, എവിടെയോ കണ്ടിട്ടുണ്ട്. പൂജ ജയ്, ആഹാ. പിന്നെ ആരാ? അഡ്വക്കേറ്റ് അമൃത ശ്രീകുമാർ, നോ ഐഡിയ. JTP തോമസ്, ഈ പുള്ളിയുടെ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു, അതും ലീക്കായിട്ടുണ്ട്. നിതിൻ എസ് ദാസ്, അറിയൂല. പ്രണവ്, ആരാധ്യ, അറിയൂല. പിന്നെ ആരാ? നന്ദകിഷോർ. ഇവർ ഇത്രയും പേരുടെ ഫോട്ടോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവരെ ആരെയും എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഓക്കെ. എന്തായാലും കോമണറായിട്ട് വരുന്നില്ല. ഇതിൽ നിന്ന് ഒരു 4 പേരെ സെലക്ട് ചെയ്യുന്നതാണ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബിഗ് ബോസ് തുടങ്ങാറേ അതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ലീക്കായി തുടങ്ങിയിട്ടുമുണ്ട്. എന്നാലും നാളെ മുതൽ എപ്പിസോഡും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കാണാം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ വർഷവും തുടങ്ങും. ആദ്യത്തെ ഒരു 2 ആഴ്ച ഈ പറയുന്ന കൂട്ട് ലാലേട്ടൻ ഹെവി വേറെ ലെവലായിരിക്കും. ആദ്യത്തെ 2-3 ആഴ്ച. പിന്നെ അങ്ങോട്ട് പഴയ പോലൊക്കെ തന്നെ ആയിരിക്കും കാര്യങ്ങളൊക്കെ. എന്നാലും നമുക്ക് കണ്ടറിയാം എങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ കിട്ടിയപ്പോൾ നിങ്ങളെ ഒന്ന് അറിയിച്ചത് മാത്രമേ ഉള്ളൂ. ബിഗ് ബോസ് സീസൺ 8 വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമല്ലോ എല്ലാവരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് തോന്നി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കറക്റ്റ് എക്സ്ക്ലൂസീവ് കാര്യങ്ങളും നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ പരമാവധി ഇവിടെ കൊണ്ട് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ, ലവ് യു ഓൾ ഗൈസ്.